ഇടുക്കി ദേവികുളം ലോവർ ഡിവിഷനിൽ കാട്ടാന പടയപ്പ റേഷൻ കട ആക്രമിച്ചു. പടയപ്പയെ പണ്ട് തൊട്ടേ ആളുകൾക്ക് ഇഷ്ടമാണ്. വലിയ പ്രശ്നമൊന്നും ഇന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ, റേഷൻ കടയുടെ ഒരു സൈഡ് ഗ്ലാസ്, ജനലിന്റെ ഒരു സൈഡ് ഗ്ലാസ് തകർക്കുക ആണ് പടയപ്പ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും. പിന്നെ സമീപത്തുള്ള ചെറിയ കൃഷിവിളകൾ, ഇത് നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആനയാണ്, അത് നശിക്കും. ആ വിധത്തിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിന് പിന്നാലെ ദേശീയപാതയിലേക്ക് പടയപ്പ ഒരു ഇറക്കമിറങ്ങി. അത് ലോക്കാട്ട് എസ്റ്റേറ്റിലെ ഈ ടോൾ ബൂത്തിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. അവിടെ ഈ ടോൾ ബൂത്ത് തടയുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തടഞ്ഞിടുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. RRTയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പടയപ്പ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കുറ്റ്യാർവാലിയിലായിരുന്നു, ഇന്നിപ്പോൾ ദേവികുളം ലോക്കാട്ടിലേക്ക് പടയപ്പ എത്തിയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ദൂരം ഒരുപാട് ദൂരമുണ്ട്. അത്രയും ദൂരം ഒരു ആന ഒരു ദിവസം നടക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആശ്ചര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സവിശേഷത കൂടി പടയപ്പയ്ക്കുണ്ട്. ഒരു തവണ കുറ്റ്യാർവാലിയിലാണെങ്കിൽ പിന്നീട് ദേവികുളത്തായിരിക്കും. അവിടെ വരും, കൃഷി നശിപ്പിക്കും, ചെറിയ തരത്തിലുള്ള റേഷൻ കടയൊക്കെ ആക്രമിക്കും, റോഡിലിറങ്ങും, വഴി തടയും. അത്തരത്തിലുള്ള നടപടിയുമായി പടയപ്പ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്.